നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 28. അങ്ങനെ നമ്മൾ ഈ ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് സെഷനിലേക്ക് എൻ്റർ ആവുകയാണ്. ഇന്ന് മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നിഫ്റ്റി ഡൗൺ സൈഡിലേക്ക് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ കൺസോൾട്ടേഷനുള്ള സാധ്യതകളാണ് വെച്ചു പുലർത്തുന്നതും. എന്നാൽ 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും ഈ ലെവലിൽ നിന്ന് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 23,800 എന്ന ലെവലാണ് ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലുമായി മാറുക. എന്നാൽ 23,800 എന്ന ലെവലും ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഇന്ന് നിഫ്റ്റിയിൽ ഒരു റീബൗണ്ട് സാധ്യമാവുകയാണെങ്കിൽ 24,200, 24,300 എന്നീ ലെവലുകളിൽ ഒരുപക്ഷെ ശക്തമായ റെസിസ്റ്റൻസ് നിഫ്റ്റിക്ക് ഇന്ന് നേരിട്ടേക്കാം. കാരണം 24,200 എന്ന ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-ഡേ EMA നിലനിൽക്കുന്നത്. എന്നാൽ 24,300 എന്ന ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ ഷോർട്ട് ഡേ മൂവിംഗ് ആവറേജ് ആയ 20-ഡേ EMA നിലകൊള്ളുന്നതും. ഈ രണ്ട് ലെവലുകളും അതിശക്തമായി മറികടക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് നിഫ്റ്റിയുടെ ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 200-ഡേ EMA നിലകൊള്ളുന്ന 24,400 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 4 മണിയോടുകൂടി ജൂലൈ മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെയും മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഡേറ്റകളുടെയും റിലീസുകൾ നടക്കാനുണ്ട്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റ് ഉള്ള ദിനമാണ്. എസ്പെഷ്യലി യുഎസിൽ നിന്നും ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 നോൺ ഫാം പേറോൾസ് ആനുവൽ റിവിഷൻ പ്രിലിമിനറി ഡേറ്റയുടെ റിലീസ് നടക്കാനുണ്ട്. കൂടാതെ അതേസമയം തന്നെ തിങ്കളാഴ്ച ഒരുപക്ഷെ ഗ്ലോബൽ മാർക്കറ്റിനെയും ഇന്ത്യൻ മാർക്കറ്റിനെയും സ്വാധീനിക്കുന്ന ഏറ്റവും വലിയൊരു ഇവന്റ് ആണ് ഫെഡ് ചെയർമാൻ കെവിൻ വാർഷന്റെ സ്പീച്ച് ഇന്ന് നടക്കാനുള്ളതും. വരാനിരിക്കുന്ന സെപ്റ്റംബറിലെ ഫെഡ് മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിനെ കുറിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ നൽകുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അടുത്ത ആഴ്ചയിൽ ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. തുടർച്ചയായി ഇന്നലെ രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് ഇടിവ് തുടരേണ്ടതായിട്ട് വരിക മാത്രമല്ല, തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളിലെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലെ ബൈയിങ്ങിന് ശേഷം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 298.26 കോടി രൂപയ്ക്ക് നേരിയ തുകയ്ക്കാണെങ്കിൽ കൂടിയിട്ടും വീണ്ടും സെല്ലിംഗ് ആണ് നടത്തിയത്. എന്നാൽ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും 4,977.17 കോടി രൂപയ്ക്ക് ബൈയിങ് ശക്തമാക്കുക തന്നെ ചെയ്തു. വേൾപൂൾ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഡൈനാമാറ്റിക് ടെക്നോളജീസ് ലിമിറ്റഡ്, വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് ലിമിറ്റഡ്, വർദ്ധമാൻ ഹോൾഡിംഗ്സ് ലിമിറ്റഡ്, ബ്ലാക്ക് ബോക്സ് ലിമിറ്റഡ്, സൽസർ ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, യുകെൻ ഇന്ത്യ ലിമിറ്റഡ്, സ്വാൻ കോർപ്പ് ലിമിറ്റഡ് തുടങ്ങിയ സ്റ്റോക്കുകളുടെ ഡിവിഡന്റിന്റെ എക്സ് ഡേറ്റ് ആണ് ഇന്ന്. ഡിവിഡന്റിന്റെ വിശദാംശങ്ങളും സ്ക്രീനിൽ കാണുവാനായിട്ട് സാധിക്കും. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആകെ ഇൻഫോസിസ് ADRന് മാത്രമേ 1.25% നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം ആക്സിസ് ബാങ്കിന് 0.25%, ഡോക്ടർ റെഡ്ഡീസിന് 0.5%, HDFC ബാങ്കിന് 3%, ICICI ബാങ്കിന് 1%, വിപ്രോയ്ക്ക് 1.5% ഇടിവ് നേരിട്ടു. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ HDFC ബാങ്കില് ഏകദേശം 2% ഇടിവ് രേഖപ്പെടുത്തിയതായിട്ട് പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ കണ്ടിരുന്നു. അതിനുള്ള കാരണവും സ്റ്റോക്കിംഗ് ന്യൂസിൽ നമ്മൾ കാണുകയുണ്ടായി. ഇന്നലെ വീണ്ടും HDFC ബാങ്ക് ADRന് ഇടിവ് നേരിടേണ്ടി വന്നതുകൊണ്ട് തന്നെ ഇന്നൊരു പക്ഷേ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലും HDFC ബാങ്കിന്റെ സ്റ്റോക്ക് ശ്രദ്ധ ആകർഷിച്ചേക്കാം. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ആഴ്ചയിലെ ആദ്യ 3 ട്രേഡിംഗ് സെഷനുകൾ ഉണ്ടായ ദുർബലതയ്ക്ക് ശേഷം ഇന്ത്യയുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് ശക്തമായി വന്നതിനെ തുടർന്ന് ഇന്നലെ US മാർക്കറ്റുകൾ കുതിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. തുടർന്ന് നാസ്ഡാക്കിന് 1.5%, S&P 500ന് 0.25% നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. മാത്രമല്ല യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും നിലവിൽ നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.25%, ഫ്രാൻസ് മാർക്കറ്റിന് 1.25% നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് 0.5% നേട്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഇടിവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടയ്ക്കുമ്പോഴുള്ള വിലയേക്കാൾ നേരിയ തോതിൽ ഉയർച്ചയാണ് ഇവയുടെ വില അനുഭവപ്പെടുന്നതും. ബ്രെന്റ് ക്രൂഡിന്റെ വില $88.42 എന്ന നിലയിലും ക്രൂഡ് ഓയിലിന്റെ വില $83.33 per ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ്
ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും ഗോൾഡിന്റെ വില ഏകദേശം ഫ്ലാറ്റ് ആയിട്ട് 4589.80 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഈ കലണ്ടർ മാസം ആദ്യത്തോടുകൂടി സെബിയുടെ ഭാഗത്ത് നിന്നും അവതരിപ്പിക്കപ്പെട്ട CSA ക്ലോസിംഗിൽ യാതൊരുവിധ മാറ്റങ്ങളും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നുള്ള വ്യക്തത ഇന്നലെ സെബി ചെയർമാന്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുണ്ട്. കാരണം അവസാന മിനിറ്റിലെ ശക്തമായ ഉയർച്ച താഴ്ചകൾ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇതിനൊരു മാറ്റം സെബി കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അങ്ങനെ ഒരു നടപടി ഇല്ലെന്നുള്ള വ്യക്തതയാണ് ഇന്നലെ സെബി ചെയർമാൻ നടത്തുകയും ചെയ്തത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. ഇന്നലെയും തുടർന്ന ഇടിവിന്റെ ഫലമായിട്ട് നിഫ്റ്റിയുടെ PCR 0.73 എന്ന നിലയിൽ നിന്നും 0.59 എന്ന നിലയിലേക്ക് അൾട്രാ ബെയറിഷ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇതിനെ സൂചിപ്പിക്കുന്നത് നിലവിൽ നിഫ്റ്റി ഓവർസോൾഡ് സോണിൽ തന്നെയാണെന്നാണ്. കൂടാതെ മാക്സ് പെയിൻ ലെവൽ മാറി മറിഞ്ഞുകൊണ്ട് 24,300 എന്ന ലെവലിൽ നിന്നും 24,200 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, F&O വിഭാഗത്തില് മാക്സ് പെയിൻ തിയറി പ്രകാരം ഈ വരാനിരിക്കുന്ന ചൊവ്വാഴ്ചയിലെ വീക്ക്ലി എക്സ്പയറിയിൽ നിഫ്റ്റി ഏകദേശം എവിടെ എക്സ്പയർ നടത്തുമെന്നുള്ളതാണ് മാക്സ് പെയിൻ സൂചിപ്പിക്കുന്നത്. ഇതൊന്നും കോൺക്രീറ്റ് അല്ല. മാർക്കറ്റ് മാറുന്നതിനനുസരിച്ച് മാക്സ് പെയിനും മാറി മറിയും. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ പരിശോധിക്കാം. ഇതും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, F&O വിഭാഗത്തില് ഓപ്ഷൻ സെല്ലേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതും. അതായത് മാർക്കറ്റ് ഈ ലെവലിന് മുകളിലേക്ക് വരെ പോകില്ലെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി കോൾ ഓപ്ഷനെ സെല്ല് ചെയ്യുന്ന സെല്ലേഴ്സിന്റെ ഇൻട്രസ്റ്റിനെയാണ് കോൾ സൈഡിലേക്കുള്ള ഓപ്പൺ ഇൻട്രസ്റ്റുകളും റൈറ്റിംഗുകളും സൂചിപ്പിക്കുന്നത്. അതേസമയം നിഫ്റ്റി ഇതുവരെ ഇടിയുകയില്ലെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി പുട്ട് ഓപ്ഷൻസ് സെല്ല് ചെയ്തിരിക്കുന്ന സെല്ലേഴ്സിന്റെ ഭാഗത്ത് നിന്നുമുള്ള ആക്ഷൻസ് ആണ് പുട്ട് ഓപ്ഷന്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആയിട്ട് കണക്കാക്കുന്നതും. ഇന്നലെ ഉണ്ടായ ഇടിവിനെ തുടർന്ന് നിഫ്റ്റിയുടെ RSI 47 പോയിന്റ് ചില്ലറയിൽ നിന്നും 43.47 എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,300 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നതെങ്കിലും 24,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലായിട്ടാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. വിപ്രോ AI നടപ്പിലാക്കുവാനായി ഗൂഗിൾ ക്ലൗഡുമായിട്ട് പങ്കാളിത്തം കമ്പനി വിപുലീകരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഏത് എനർജി $184 മില്യൺ ഓഹരികൾ വാങ്ങിക്കൊണ്ട് സ്റ്റോക്കിലെ ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിക്കുവാൻ ഹീറോ മോട്ടോ കോർപ്പ് ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. NSEയുടെ പബ്ലിക് ഓഫറിംഗിന് അംഗീകാരം നൽകുന്നതിന് സെബി അടുത്തെത്തിയതായിട്ട് സെബിയുടെ ചെയർമാൻ ശ്രീ തുഹിൻ കാന്തെ പാണ്ഡ പ്രസ്താവന നടത്തി. NSE ലിസ്റ്റ് ചെയ്യപ്പെടാത്ത സ്റ്റോക്ക് ആണെങ്കിൽ കൂടിയിട്ടും NSEയുടെ ലിസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് വരുന്ന പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ ഒരു പക്ഷേ കോമ്പറ്റീറ്റേഴ്സ് ആയ BSEനെ നെഗറ്റീവായിട്ട് ബാധിക്കും. കൂടാതെ NSEയുമായി ബന്ധപ്പെട്ടുള്ള പോസിറ്റീവായ ന്യൂസുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട NSEയുടെ ഓഹരി പങ്കാളിത്തം കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾക്ക് പോസിറ്റീവായിട്ട് മാറുകയും ചെയ്യും. LIC ഇന്നലെ നമ്മൾ കണ്ടിരുന്നു 5,000 കോടി രൂപയുടെ ധനസമാഹരണാർത്ഥം നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ ബജാജ് ഫൈനാൻസ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ 5,000 കോടി രൂപയുടെ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകളിൽ LIC നിക്ഷേപം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ട്സ് ആണ് വരുന്നതും. ലെൻസ്കാർട്ട് ആൽഫ വേവ് വെഞ്ചേഴ്സ് സെക്കൻഡ് 1,313 കോടി രൂപ മൂല്യമുള്ള 1.2% ഓഹരികൾ സ്റ്റോക്കിൽ നിന്നും വിറ്റഴിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ACME സോളാർ രാജസ്ഥാനിലെ 300 മെഗാവാട്ട് പദ്ധതിക്കായിട്ട് ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനിയിൽ നിന്ന് 1,571 കോടി രൂപയുടെ ധനസഹായം കമ്പനി നേടി. അപ്പോളോ ടയേഴ്സ് പ്രമുഖ പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനമായ വാർബർഗ് പിൻകസ് ഇന്നലെ വ്യാഴാഴ്ച ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് വഴി സ്റ്റോക്കിൽ നിന്നും 4.25% ഓഹരികൾ 1,175 കോടി രൂപയ്ക്ക് വിറ്റൊഴിഞ്ഞു. ഹിന്ദുസ്ഥാൻ കോപ്പർ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ വഴി 500 കോടി രൂപയുടെ ധനസമാഹരണത്തിന് കമ്പനി ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ക്രിസ്റ്റൽ ഇന്റഗ്രേറ്റഡ് സർവീസസ് ലിമിറ്റഡ് ക്ഷേത്ര പരിസരത്ത് 12 മാസത്തേക്ക് ശുചിത്വ മാലിന്യ സംസ്കരണ സേവനങ്ങൾ നൽകുന്നതിനായിട്ട് ശ്രീ ശ്യാം മന്ദിർ കമ്മിറ്റിയിൽ നിന്ന് 6.60 കോടി രൂപയുടെ പുതിയൊരു കരാർ കമ്പനിക്ക് ലഭിച്ചു. ബോംബെ സൂപ്പർ ഹൈബ്രിഡ് സീഡ്സ് നിലവിലുള്ള വെയർഹൌസിന് തൊട്ടടുത്തായിട്ട് ഇൻഡോറിൽ 3.69 കോടി രൂപ മുടക്കിക്കൊണ്ട് പുതിയൊരു ഭൂമി കമ്പനി വാങ്ങി. നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ വിപുലീകരണം ലക്ഷ്യമിട്ടിട്ടാണ് കമ്പനി ഭൂമി വാങ്ങാൻ ഇടയായതും.